മുമ്പിൽ വന്നു. ആ വിറയാറുന്ന ശരീരം, അത്ര സ്ഫുടതയൊന്നുമില്ലാത്ത വാർദ്ധക്യത്തിന്റെ ശബ്ദം മൈക്കിന്റെ മുമ്പിൽ നിന്ന് തുടങ്ങി. യഹോവ എന്റെ ഇടയനാകുന്നു. അടുത്ത വാക്കുകളിലേക്ക് നീങ്ങി വന്നപ്പോൾ കണ്ണുകൾ അങ്ങ് കലങ്ങി, കണ്ണുനീർ തുള്ളികൾ താഴെ വീഴാൻ തുടങ്ങി. തൊണ്ട ഇടറുന്നു. പറഞ്ഞു തീർക്കാൻ കഴിയാതെ ഒരു പരിധിവരെ തെറ്റി പറഞ്ഞു ചെന്നിരുന്നു. ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ചില ആളുകൾ അപ്പച്ചന്റെ അടുത്തിൽ ചെന്ന് ചോദിച്ചു, ഈ കുട്ടി ഇത്രയും നന്നായിട്ട് സങ്കീർത്തനം പറഞ്ഞു ചെന്നിരുന്നു. അപ്പച്ചൻ വന്ന് തെറ്റിച്ചു എന്ന് മാത്രമല്ല, എന്തിനാ കരഞ്ഞ് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞു, മോനെ, ആ കുട്ടിക്ക് 23-ാം സങ്കീർത്തനമേ അറിയാവൂ. എനിക്ക് 23-ാം സങ്കീർത്തനത്തിൽ ആ ഇടയനെ അറിയാം. കഴിഞ്ഞ 60-ൽ പരം വർഷങ്ങളായിട്ട് ഈ ഇടയൻ എന്റെ ഇടയനാണ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുകയാണ്. ഞാൻ അവന്റെ കൈക്കീഴിലെ ഒരാടാണ്. എനിക്കത് പറയുമ്പോൾ ദുഃഖം കൊണ്ടല്ല, ആനന്ദം കൊണ്ട് എന്റെ നാക്കിടറിയതാണ്. സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം പിടയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, 23-ാം സങ്കീർത്തനം നിങ്ങൾക്ക് കാണാതെ അറിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ 23-ാം സങ്കീർത്തനം മനഃപ്പാഠം ചൊല്ലുന്നവരായിരിക്കാം, സൺഡേ സ്കൂളിൽ പഠിച്ചവരായിരിക്കാം, സഹോദരന്മാരെ പഠിപ്പിക്കുന്നവരായിരിക്കാം. നിങ്ങൾക്ക് 23-ാം സങ്കീർത്തനത്തിലെ ഇടയനുമായി എന്ത് ബന്ധമാണുള്ളത്? ഇല്ല എങ്കിൽ ഇടയനില്ലാത്ത ആടുപോലെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഈ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആലോചനകൾ ഇതാ നിങ്ങളോട് പങ്കുവച്ചു. നിങ്ങളുടെ കൈ ഉയർത്താനും എഴുന്നേൽപ്പിച്ചു നിർത്തുവാനൊന്നും ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഈ ശബ്ദത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയാം, ഉറപ്പാണ്. എന്നാൽ ആ ശബ്ദത്തിന് നിങ്ങൾക്ക് വിധേയപ്പെടുവാനായിട്ട് മനസ്സുണ്ടോ? ഈ ഇടയനുമായിട്ട് തിരിച്ചു പോകുക. ഇടയനുള്ള ജീവിതം എത്ര ധന്യമാണ്, അനുഗ്രഹമാണ്. എത്ര മഹത്തായ ആത്മീയ മൂല്യങ്ങൾ ഈ ഉപമയിലൂടെ നമുക്ക് ഗ്രഹിപ്പിച്ചു തന്ന ആ മഹാ സ്നേഹത്തിനായി, നമ്മോടുള്ള ഇടപെടലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇതുവരെയുള്ള നിങ്ങളുടെ സശ്രദ്ധമായ ശ്രവണത്തിനായി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കാരണം കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന നല്ലിടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെയും ഇടയനായി തീരുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളത്തെ ശുശ്രൂഷയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. നാളെ പ്രഭാതത്തിൽ 5:50 ഈ പന്തലിനുള്ളിൽ നിന്നും പ്രഭാത സന്ദേശം ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി യോഗം പതിപോലെ കൃത്യം 6 മണിക്ക് തന്നെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. നാളെയും പ്രിയ സഹോദരൻ TP കനകരാജ് നമ്മളോട് ദൈവത്തിൽ നിന്നും സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി നാളെ സന്ധ്യാസമയത്തും ദൈവസ്ഥാനിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. എല്ലാവരെയും അതിനായിട്ട് വീണ്ടും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തുടർന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാനായിട്ട് പത്തനംതിട്ടയിൽ കടന്നു വന്ന പ്രിയ ബേബി സഹോദരനെ ക്ഷണിച്ചുകൊള്ളുന്നു. കടന്നു വന്ന പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. വലിയവനായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2015 ആദ്യ മാസം തന്നെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത അവിടുത്തെ വചനം ഈ പ്രദേശത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഒരവസരം കൂടി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ ഇടയനായ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ
ഞങ്ങളെ തേടി വന്ന ആ ഇടയന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ സഹായിച്ചു. അവിടുത്തെ ദാസനെ അവിടുത്തെ വചനവുമായി അയച്ചു. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പാറയെ തകർക്കുവാൻ ശക്തിയുള്ള ചുറ്റിയേക്കാൾ ശക്തവും എന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. ആ വചനം കർത്താവെ ഈ പന്തലിൽ ഇന്ന് മുഴങ്ങി കേൾപ്പിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഒരു പാപിയെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുവെങ്കിൽ സ്വർഗം അധികമായി സന്തോഷിക്കുന്നു എന്നുള്ളത് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ. ഇന്ന് വചനം കേട്ട അനേകർ ഈ വചനം കേട്ടിട്ടുണ്ട്. കേട്ടവരിൽ ഇത് കർത്താവെ തങ്ങളുടെ രക്ഷയ്ക്കായി പരിണമിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമക്കൾ കർത്താവെ കൂടുതൽ ആത്മീയമായി ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി മുഖാന്തരം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ആരെങ്കിലും തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ നിലനിൽപ്പിനും അങ്ങനെയുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് കർത്താവ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അവിടുത്തെ ദാസന്മാരെ അയക്കുകയും അവിടുത്തെ വചനം കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഈ മണ്ണാർക്കുളഞ്ഞി സഭയ്ക്കായി സ്തോത്രം. അവിടുത്തെ ദാസന്മാരെ കർത്താവെ ഈ ശുശ്രൂഷയ്ക്ക് അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം കർത്താവെ അനുകൂലമായ സാഹചര്യങ്ങളെ അവിടുന്ന് നൽകിയല്ലോ. കാലാവസ്ഥയെ അവിടുന്ന് അനുകൂലമാക്കി തന്നു. ശബ്ദവും വെളിച്ചവും അവിടുന്ന് നിയന്ത്രിച്ചു. എല്ലാറ്റിന്മേൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിലൊക്കെയും ഉപരി അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചു. അവിടുത്തെ വചനം ശക്തമായി ഇവിടെ ഘോഷിപ്പാൻ തക്കവണ്ണം എന്നിട്ട് ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാളെയും കർത്താവെ അവിടുത്തെ ദാസനെ അവിടുത്തെ വചനം നൽകി അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും ആത്മീയ വളർച്ചയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനും മുഖാന്തരമാക്കുവാൻ സ്വർഗം പ്രസാദിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം കർത്താവ് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അത് നഷ്ടപ്പെട്ടു പോകുന്ന വചനമല്ല. ആകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളിപ്പോൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ കൃപ കൂടെയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. രാത്രികാലം ക്ഷേമത്തോടെ ഉറങ്ങുവാൻ മാത്രവുമല്ല, ഇന്ന് കേട്ട വചനം കർത്താവെ ഹൃദയത്തിൽ ധ്യാനിപ്പാൻ ചിലർക്ക് കർത്താവെ രക്ഷയുടെ ദിവസമാക്കി ഇന്ന് രാത്രികാലം അവിടുന്ന് തീർക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നവൻ അവിടുന്നാണ്. ആകയാൽ സകല കാര്യങ്ങളും അവിടുത്തെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഘോഷിക്കപ്പെട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.